101-ാം വയസ്സിൽ അമ്മ മകൻ്റെ നെഞ്ചിൽ ചാരി മരിക്കുക കേൾക്കുമ്പോൾ കൗതുകം തോന്നാം, ചിലപ്പോൾ അസംഭവ്യമാണെന്ന് തോന്നാം, അസാധ്യമെന്ന് തോന്നാം, ഉണ്ടാക്കി പറയുന്നതാണെന്ന് തോന്നാം. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചു. ജപമണി ഒഴിയാത്ത കരങ്ങൾ, നാമജപം മുടങ്ങാത്ത അധരങ്ങൾ, വെളുപ്പിനെ 3 മണിക്ക് എണീക്കുന്ന പ്രകൃതം, 101 വയസ്സുവരെ വീഴാതെ, കിടന്നു പോകാതെ, തളർന്നു പോകാതെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരമ്മ. അലാറം വെക്കുന്നത് പോലെ വെളുപ്പിനെ 3 മണിക്കുണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രകൃതക്കാരി. ഒടുവിൽ മക്കളിൽ ഒരുവൻ്റെ നെഞ്ചിൽ ചാരി മരിച്ചുവെന്ന് മകനോ കൂടെ നിന്നവർക്കോ ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ കർത്താവിൻ്റെ കരുണയിലുള്ള ഒരു അലിഞ്ഞുചേരൽ. നമ്മൾ പ്രായം ചെന്നവരുടെ അനേകം പേരുടെ മരണം കണ്ടിട്ടുണ്ട്. പക്ഷേ 10-90 വയസ്സൊക്കെ കഴിയുന്നവരൊക്കെ പൊതുവെ 3-4 ദിവസമൊക്കെ കിടന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റാത്തൊരവസ്ഥ കാണാറുണ്ട്. പക്ഷേ കുട്ടനാട്ടിലെ ഈര എന്ന കൊച്ചു ഗ്രാമത്തിൽ മുണ്ടായിപ്പള്ളി വീട്ടിലെ ഈ അമ്മ മരണസമയത്തും ഏറെ സന്തോഷവതിയായിരുന്നു. മകൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് ആ അമ്മ സമാധാനത്തോടെ യാത്രയായി. 9 മക്കളുടെ അമ്മ, ജീവിത പങ്കാളി പണ്ടേ മരിച്ചുപോയി. അന്നു മുതൽ ഇന്നോണം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ എന്ന വണ്ണം മക്കളെ പോറ്റിയ അമ്മ. തങ്ങളുടെ മക്കൾ ദൈവത്തെ അറിയണം എന്ന് മാത്രം ആഗ്രഹിച്ച ഒരമ്മ. പണ്ട് ദാരിദ്ര്യത്തിൻ്റെയും ഭാരത്തിൻ്റെയും കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ മക്കൾക്ക് സമൃദ്ധി വന്നപ്പോഴും ജീവിച്ചൊരമ്മ. ഒരു ചട്ടയും മുണ്ടും ഒരു ജപമാലയും അന്ന് അണിഞ്ഞതുപോലെ ഒരു സ്വർണ്ണമാലയും എന്നതിനപ്പുറം ഒരു ആർഭാടത്തിനും പോകാത്തൊരമ്മ. 9 മക്കളും 20 കൊച്ചുമക്കളും അവരുടെ 32 മക്കളും, ഈ 32 പേരിൽ ഒരാളുടെ അടുത്ത തലമുറയെയും ചേർത്ത് മൊത്തം 4 തലമുറയെ കാണാൻ ഭാഗ്യം ലഭിച്ചൊരമ്മ. ഒറ്റ കാര്യം മാത്രം അവൾ ആശിച്ചു: മരിക്കും മുമ്പ് അടുപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അത് 9 ആദ്യ വെള്ളിയാഴ്ചയാണ് എങ്കിൽ അത് ഏറ്റവും സന്തോഷകരം. ഈരയിലെ വികാരിയച്ഛൻ അത് നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈരയിലെ ലൂർദ്മാതാ പള്ളി ഒരു കുഞ്ഞു ഷെഡായിരിക്കുമ്പോൾ തന്നെ അവിടെ ആളനക്കവും പ്രാർത്ഥനയും ദൈവജനത്തിൻ്റെ സാന്നിധ്യവും വരാൻ വേണ്ടി അവിടെ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് അതിനുവേണ്ട ചിലവിൻ്റെ ധർമ്മം കൊടുത്തു തുടങ്ങിയ അമ്മ. നാളുകളായി ഈരപ്പള്ളിയുടെ തിരുനാളിന് മുമ്പ് 1-2 ദിവസത്തെ തിരുനാളിന് മുമ്പ് 9-10 ദിവസം അവിടെ ആളുകൾ ഒന്നിച്ചു കൂടാൻ, പള്ളിയിൽ ആളുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ച അമ്മ. പിന്നീട് ഈര ഇടവക ഉയർന്നു വന്നപ്പോൾ അവിടെ അനുദിന കുർബാന കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച് അവിടെ വന്ന വൈദികരോട്, പ്രത്യേകിച്ച് ഷാജി തുമ്പേച്ചിറയിൽ അച്ഛനൊരു ഉപകാരം ചെയ്തുകൂടെ, അച്ഛൻ എന്നും ഇവിടെ ഒരു ബലി അർപ്പിക്കൂ, ഞങ്ങൾക്കൊരു കുർബാന വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച അമ്മ. ആഹാരത്തിൻ്റെ കാര്യത്തിൽ മിതത്വം, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ധാരാളിത്വം, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ധൂർത്ത്, പരാതിയുടെ കാര്യത്തിൽ ലുപ്ത്, ഇങ്ങനെ ജീവിക്കാൻ ഒരമ്മയ്ക്ക് കഴിഞ്ഞു. സംസ്കാര ശുശ്രൂഷയിൽ ഈ അമ്മച്ചിയെക്കുറിച്ച് ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ അമ്മ കൊച്ചുമക്കളെയും ശരിക്കും സ്നേഹിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും മക്കളാലും കൊച്ചുമക്കളാലും ഒരുപാട് സ്നേഹിക്കപ്പെടുകയും ചെയ്തൊരു കുടുംബത്തിലാണ്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. അതുതന്നെയാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഗ്ലോറി എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ മരിച്ചു കഴിയുമ്പം അന്നേപ്പോൾ ഒരു ഈട്ടിയുടെ പെട്ടി, അപ്പോൾ ഒരു പൂക്കൾ, അപ്പോൾ 2 കുരിശ്, പൊന്നും കുരിശ്, കുറേ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ. അതേസമയം ആ അമ്മയോ ആ രോഗിയോ വീടുകളിൽ പോയി നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് അയ്യോ പാവം തോന്നും. എന്നാൽ ഈ അമ്മച്ചിയെ സന്ദർശിച്ചിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും പറയാൻ സാധിക്കത്തില്ല, ഈ അമ്മയെ ഇവരും കൊച്ചുമക്കളും ഏത് സമയത്ത് വേണം ഈ വീടുകളിൽ, അത് ടൊമിച്ചാൻ്റെ വീട്ടിലാകട്ടെ, ബാബുച്ചാൻ്റെയോ തങ്കച്ചാൻ്റെയോ മക്കളുടെയോ വീട്ടിലാകട്ടെ, എവിടെ ആയിരുന്നാലും അമ്മച്ചിക്ക് കിട്ടിയ ഒരു കരുതൽ, അത് കിട്ടാനൊരു ഭാഗ്യം വേണം. അതൊരു ഭാഗ്യം വേണമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം സ്നേഹിച്ചതുകൊണ്ട് മാത്രമേ എല്ലാ അമ്മമാർക്കും കിട്ടുന്നതല്ല ഭാഗ്യം. ചങ്ക് കൊടുത്തിട്ടും ഭൂമിയിലെല്ലാ അമ്മമാർക്കും അങ്ങനെ കിട്ടാറില്ല. ഒരുപാട് പാവപ്പെട്ട അമ്മമാർ നെഞ്ചത്തടിച്ച് പറയാറുണ്ട്, എൻ്റെ മകൻ എന്നെ നോക്കിയില്ല, എൻ്റെ കുഞ്ഞെന്നെ നോക്കിയില്ല, എൻ്റെ മരുമോൾ എന്നെ മാനിച്ചില്ല. ഈ അമ്മയുടെ വായിൽ നിന്നും ജോസഫിൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അച്ഛൻ കേട്ടിട്ടുണ്ടോ, കേൾക്കാൻ സാധ്യതയുമില്ല. ഒരിക്കൽ പോലും ഒരു പരാതി പറയാതെ ജീവിച്ചു. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു ക്രിസ്തീയ ധാർമ്മികതയാണ്, എന്തൊരു ആത്മീയ ശക്തിയാണ്. ആർക്കും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാത്തൊരു ആത്മീയ ശക്തി. ഞാൻ ആദ്യം ഓർത്തു അമ്മച്ചിയുടെ ചുണ്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അമ്മ എപ്പോഴും ഈ അമ്മച്ചി ചിരിച്ചതുപോലെ കാണപ്പെടുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി, ബോധപൂർവം വരുത്തുന്ന ഒരു സുസ്മിതമാണ്, ഒരു സ്വർഗീയ സുസ്മിതം. മാലാഖമാരി അമ്മയെ എതിരേൽക്കുമ്പോൾ സ്വർഗത്തിൽ കാണുന്ന ഒരു സുസ്മിതത്തിൻ്റെ നിഴലും പ്രതിച്ഛായമായി നിരന്തരം പുഞ്ചിരിക്കുന്ന ഒരമ്മ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ അമ്മച്ചിയെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഇത് പിടികിട്ടും. സത്യത്തിൽ ജീവനച്ഛനോട് കൂട്ടിച്ചേർക്കുക, ജീവനച്ഛ കുർബാന ആദ്യം വേണമെന്ന്, ദിവ്യകാരുണ്യം വേണമെന്ന് ഈ അമ്മയാണ് ശഠിച്ചതെങ്കിൽ ആദ്യമായിട്ട് ഈരയിൽ നിരന്തരം കുർബാന വേണമെന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ കാനായിൽ സൈക്കോളജി പഠിച്ചിട്ട് ഇവിടെ വരുമ്പം അച്ഛൻ ഇവിടെ നിരന്തരം ഒരു കുർബാന അർപ്പിച്ചുകൂടെ, എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു സ്ത്രീ എന്ന് പറയാം. ബെനഡിക്റ്റ് മാർപ്പാപ്പയും മറ്റും മറിയത്തെ വിളിക്കുന്നത് വുമൺ ഓഫ് യൂക്കറിസ്റ്റ് എന്നാണ്, കുർബാനയുടെ സ്ത്രീ.
കുർബാനയുടെ ഒരു അമ്മയാണ്. ഇവിടെ നിരന്തരം കുർബാന അർപ്പിച്ചുകൂടെ അച്ഛ എന്ന് ചോദിച്ച ആ ഒരൊറ്റ ചോദ്യത്തിൽ കൃപയുടെ നീലാകാശം ഞാൻ കണ്ടിരുന്നു. പിന്നീടാണ് ഈരയുടെ ചരിത്രത്തിൽ നിരന്തര കുർബാന ആരംഭിച്ചത്. അതുപോലെ അച്ഛൻ വിവരിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. വൈദികരുടെ ജീവിതകഥ പറഞ്ഞ് അൾത്താരയോട് മനുഷ്യ മനസ്സിനെ അടുപ്പിക്കുന്ന ഒരു ആൽബത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാഗമാവാൻ ഈ അമ്മച്ചിയും ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല, എന്നും ദേവാലയത്തോടും സഭാവിശ്വാസങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഈ അമ്മച്ചിയെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു. എന്ത് ഭാഗ്യം ലഭിച്ച കുടുംബം! സ്നേഹം കൊടുക്കാനും സ്നേഹിക്കപ്പെടുവാനും ഒരുപോലെ ഭാഗ്യം വേണം. ഒരുപോലെ ഭാഗ്യം ഉണ്ടായാലേ, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായാലേ അത് സാധിക്കൂ. മക്കൾക്ക് സ്നേഹം വാരിക്കോരി കൊടുത്ത എല്ലാ മാതാപിതാക്കൾക്കും അവസാന നാളുകളിൽ അത് അതേപോലെ ലഭിക്കണമെങ്കിലും ഒരു ദൈവാനുഗ്രഹം വേണം. അത് ഈ കുടുംബത്തിന് ഈ അമ്മച്ചി വഴി ലഭിച്ചു. തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച്, പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അമ്മച്ചി ജീവിച്ചിരുന്നപ്പോൾ വാതോരാതെ സംസാരിക്കുമായിരുന്നു. ഈരേതൊരു പള്ളി പണിയാൻ വളരെ ആഗ്രഹിച്ചു. ഒരു കുർബാന കാണാതെ വളരെ വിഷമിച്ച് ചുറ്റിപ്പോയി കുർബാന കണ്ടിരുന്ന സമയങ്ങളുണ്ട്. അത് അവിടെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈരയിലൊരു പള്ളി പണിത് അവിടെ ഒരു അച്ഛനിരുന്ന് കുർബാന ചെല്ലാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. അതെനിക്ക് സാധിച്ചു. 12 കൊല്ലം ഷാജി അച്ഛൻ ഈരെ പള്ളിയിലിരുന്ന് കുർബാന ചൊല്ലി എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു. ഞാൻ പള്ളിയിൽ ചെന്ന് കുർബാന കൂടി മധ്യസ്ഥ പ്രാർത്ഥനയും ഞാൻ അവിടെ നടത്തി. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അമ്മച്ചി എപ്പോഴും 1-2 പേര് കൂടെ നിന്ന് ശുശ്രൂഷിക്കുമായിരുന്നു. വെറുതെ പേരിന് ശുശ്രൂഷിക്കുകയല്ല, മാന്യമായിട്ട് നിന്ന് അമ്മച്ചിയെ ശുശ്രൂഷിച്ചു. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അവർക്ക് 100 നാവാണ്. ചെറുപ്പത്തിലെ പിന്നെ ബോധക്കേട് വരുമായിരുന്നു. ഒരു ദിവസമൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു, ബോധമില്ലാതെ രാവിലെ മുതൽ. അച്ചായൻ മരിച്ചപ്പോ 1 ദിവസം 2 ദിവസം കിടന്നു. അന്നേരം ജീരകം ഇങ്ങനെ വെച്ചിട്ട് മണപ്പിച്ച് എന്നിട്ട് ഈ പല്ല് ഇങ്ങനെ ഇരിക്കുന്നത്, പല്ല് നമ്മൾ അകറ്റി വെള്ളം കൊടുക്കുന്നിടം വരെ അമ്മച്ചി അങ്ങനെ കിടക്കും. അന്നേരം ഞാൻ മരിച്ചെന്ന് വരുമ്പോ ഞാൻ പറഞ്ഞു മരിച്ചു കാണത്തില്ല, ചിലപ്പോ അമ്മച്ചിക്ക് ബോധക്കേടായിരിക്കും. ഇവിടെ ഇന്നു 4 മണിയായപ്പോ എന്നോട് സംസാരിച്ച മോള് വരത്തില്ലെന്ന് ചോദിച്ചു. ബാബുമോനെന്ന് പറഞ്ഞ കൈയാട്ടി വിളിച്ചേ, ബാബുമോനെന്ന് പറഞ്ഞ കൈയാട്ടി വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു അതെന്താ അമ്മച്ചി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ടോബി പറഞ്ഞു വേണ്ട പാപ്പി, 7-ാം തീയതി വരെ ഞങ്ങളുണ്ട്, 7-ാം തീയതി കഴിഞ്ഞ് വന്നാൽ മതി, 7-ാം തീയതി വന്നു കഴിഞ്ഞാൽ അമ്മച്ചി കൂടെ അന്നേരം കാണുമല്ലോ എന്ന് പറഞ്ഞു. അമ്മച്ചി മരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ, 3 നഴ്സ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, എല്ലാരും ഇവിടെ ഒരു 10-70 പേര് നിൽക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അന്നേരം ഇപ്പൊ ഇവിടെ വന്നായിരുന്നു. ഈ സംഭവമുള്ള എല്ലാം അറിയാവുന്നല്ല അവർക്ക്. അവർ CRP കൊടുത്തു, മൂക്കിൽ കൂടെ ഇത് വെച്ച് വലിച്ചു, പിന്നെ പേപ്പർ ചുരുട്ടി ഇവിടെ വായിക്കകത്ത് വെച്ച് ശ്വാസം അകത്തേക്ക് കൊടുത്തു. ചെയ്യാവുന്നതൊക്കെ അമ്മച്ചിക്ക് ചെയ്തു. അമ്മച്ചിയുടെ അവസാന നിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന ആ മകൻ പറയുന്നത് ഇങ്ങനെയാണ്. അമ്മച്ചിയെ മറ്റ് പെൺമക്കളുടെ സഹായത്താൽ ആ മകൻ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് അമ്മച്ചിയെ തിരികെ കട്ടിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ അമ്മച്ചിക്ക് പതിവിലും കൂടുതൽ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടിരുന്നു. മൂക്കുശാലം വെള്ളം പിടിച്ച് തൂത്ത ഉടനെ തന്നെ കണ്ണിങ്ങനെ തുറന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ശകലം വെള്ളം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അമ്മച്ചി ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ വെള്ളം കുടിക്കുക സാധാരണമാണ്. അപ്പോൾ ഞാൻ ഓർത്തിനി അത്രയും സമയം അവിടെ ടോയ്ലറ്റിൽ ഇരുന്നത് കൊണ്ടുള്ള ക്ഷീണം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അതുപോലൊരു വിഷമമായിരുന്നു. ഞാൻ ശകലം വെള്ളം അമ്മച്ചിക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ പെങ്ങളുടെ മോളുണ്ടായിരുന്നു അമ്പിളി, അവളന്നേരം നെറ്റിയിൽ ഇങ്ങനെ കുരിശു വരച്ചു. അമ്മച്ചിയെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു. അമ്മച്ചി ഏതാണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് ശരിയായിട്ട് തിരിഞ്ഞില്ല എന്താണെന്നുള്ള വിവരം. അത് കഴിഞ്ഞ് പിന്നെ 2 പ്രാവശ്യം ഇങ്ങനെ വായിക്കൂടെ ഇങ്ങനെ ശ്വാസം എടുത്ത് കഴിഞ്ഞപ്പോഴും അമ്മച്ചി മരിക്കാൻ പോകുകയാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ശ്വാസം വിടാനായിട്ട് അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ച് ഞാൻ അമ്മച്ചിയെ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് ചാരി വെച്ച് അമ്മച്ചിയുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ അമ്മച്ചി അവിടെ ഇരുത്തി കഴിഞ്ഞ് അമ്മച്ചി എൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരിക്കുകയാണ്. ഞാൻ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങനെ ശ്വാസം വിടുന്നുണ്ട്. അത് കഴിഞ്ഞാണ് കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നതായിട്ട് കണ്ടത്. അതുപോലെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, അമ്മച്ചിയുടെ ആൺമക്കളിൽ മൂത്തയാൾ, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല, മരിച്ചുവെങ്കിലും അദ്ദേഹം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ PRO ആയി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. മക്കളെ സ്നേഹിക്കാനും അവരാൽ സ്നേഹിക്കപ്പെടുവാനും ദൈവം ഇടയാക്കിയ അമ്മച്ചി അവർ മാനിച്ചു. കഴിഞ്ഞ ജന്മദിനത്തിൽ ആർഭാടമായി തന്നെ അവർ മാനിച്ചു.
അവരുടെ പ്രിയപ്പെട്ട അമ്മച്ചിയോടൊപ്പമുള്ള ഓരോ ദിനങ്ങളും അവർക്ക് ആഘോഷങ്ങളായിരുന്നു. തീർച്ചയായും ഈ അമ്മച്ചിയുടെ മരണത്തിൽ സ്വർഗം സന്തോഷിക്കുന്നുണ്ടാകും. ഒപ്പം തങ്ങളേറെ സ്നേഹിക്കുന്ന അമ്മച്ചിയുടെ ഈ യാത്രയിൽ പുറമേ സങ്കടം കാണുമെങ്കിലും ഈ മക്കൾ ആത്മാവിൽ സന്തോഷിക്കുന്നുണ്ടാകും. കാരണം അവർക്കുറപ്പാണ് അമ്മച്ചിയുടെ ഈ യാത്ര എവിടെ എത്തിച്ചേരുമെന്നുള്ളത്. സങ്കീർത്തനങ്ങൾ 116:15 തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ദൈവകരുണയാൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അമ്മച്ചിക്ക് സാധിക്കട്ടെ. അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.